Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസുകളിലേക്ക് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് 3 ക്യാമ്പസുകളാണുള്ളത്. പിലാനി, ഗോവ ആൻഡ് ഹൈദരാബാദ്. ഈ 3 ക്യാമ്പസുകളിലെ ഏറ്റവും മികച്ച ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും ബിഫാം കോഴ്സുകളിലേക്കും MSc കോഴ്സുകളിലേക്കും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വെബ്സൈറ്റായ bitsadmission.com വഴി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. 2024 +2 ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും 2023 +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കുമാണ് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്. +2വിൻ്റെ നമ്മുടെ മാർക്ക് ടോട്ടൽ 75% അഗ്രിഗേറ്റും ഇതിനോടൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വിഷയങ്ങൾക്ക് നാം ഏതാണോ ചൂസ് ചെയ്യുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്ട്രീം ആണെങ്കിൽ ആ ഓരോ സബ്ജക്റ്റുകൾക്കും 60% മാർക്കും, ഇനി ബയോളജി ഓപ്റ്റ് ചെയ്യേണ്ട ബിഫാം പോലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ബയോളജിക്ക് 60%, ആ ഓരോ സബ്ജക്റ്റുകൾക്കും 60%, ടോട്ടൽ 75% ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ അവസരമൊരുങ്ങുന്നത്. 2024 ഏപ്രിൽ 11 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ ബിറ്റ്സ് എക്സാമിനേഷൻ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. കേരളത്തിൽ 2 എക്സാമിനേഷൻ സെൻ്റർ ഉണ്ട്, കൊച്ചിയും ട്രിവാൻഡ്രത്തും. ബിറ്റ്സിൻ്റെ എക്സാമിനേഷൻ 2 പ്രാവശ്യമായിട്ടാണ് എക്സാം നടക്കുക, 2 ഫേസ് ആണ്. ഫസ്റ്റ് എക്സാമിനേഷൻ മെയ് 21 to 26, സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ജൂൺ 22 to 26. ഈ 2 ഫേസ് എക്സാമിനേഷനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 2നും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ 2 എക്സാമിനേഷനും കൂടെ നമുക്ക് എഴുതുന്നതിന് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 5400 rupees ആണ്. ഗേൾസിനാണെങ്കിൽ 4400 rupees. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഈ 2 ഫേസ് എക്സാമിനേഷൻ നമുക്ക് എഴുതാം. ഈ ബിറ്റ്സിൻ്റെ എക്സാമിനേഷന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത്രയും പോർഷൻസിൽ നിന്നാണ് ബിറ്റ്സിലേക്കുള്ള എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതിൽ ഫിസിക്സ് 30, കെമിസ്ട്രി 30, ബയോളജി ഓർ മാത്സ് 40, ദെൻ ഇംഗ്ലീഷിന് 10ഉം ആപ്റ്റിറ്റ്യൂഡിന് 20ഉം. അപ്പോൾ ഈ പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് നാം ഏത് സ്ട്രീമിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ബിഫാമിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബയോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി ആയിരിക്കണം. അതിനോടൊപ്പം നാം എക്സാമിനേഷന് ബയോളജി പിക്ക് ചെയ്യുകയും വേണം. ഇനി ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. എക്സാമിനേഷന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രീമുകൾ സെലക്ട് ചെയ്യാം. ഇനി MSc പ്രോഗ്രാമുകൾക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാം പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാം. വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പസായ ബിറ്റ്സ്, പിലാനി, ഗോവ, ഹൈദരാബാദ് ഈ ക്യാമ്പസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റും റിസൾട്ടും ഏറ്റവും ബെസ്റ്റാണ്. അപ്പം അങ്ങനെ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ ക്യാമ്പസിലേക്ക് +2വിന് ശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും ഈ ക്യാമ്പസിൽ നടത്തുന്ന ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ബിഫാം, അതർവൈസ് MSc കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇവിടുത്തെ ഈ ക്യാമ്പസിലെ MSc കോഴ്സുകളുടെ ഒരു പ്രത്യേകത, നാം ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിറ്റ്സിൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആ സെയിം ടൈമിൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് BTech കോഴ്സും അതിനോടൊപ്പം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഡ്യുവൽ ഡിഗ്രി കോഴ്സായിട്ട് MSc കോഴ്സും അതിനോടൊപ്പം തന്നെ BTechഉം പഠിക്കുന്ന രീതിയിലേക്കും ബിറ്റ്സിൻ്റെ ക്യാമ്പസിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇനി ഈ ബിറ്റ്സിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 ഫേസ് എക്സാമിനേഷനാണെന്ന് കണ്ടു. ഈ 2 ഫേസിലും നമുക്ക് വേണ്ട സ്ലോട്ടുകൾ സെലക്ട് ചെയ്യാം. മോർണിംഗ് സെക്ഷൻ എക്സാമിനേഷൻ ഉണ്ട്, ആഫ്റ്റർനൂൺ സെക്ഷൻ എക്സാമിനേഷനും ഉണ്ട്. ഏത് എക്സാമിനേഷനും 180 മിനിറ്റ്സിൻ്റെ എക്സാമിനേഷനാണ്, 3 മണിക്കൂർ ഉള്ള എക്സാമിനേഷനാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 130 ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഈ 130 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്സ് കൊണ്ട് എഴുതി ഈ ഫേസ് 1ഉം ഫേസ് 2ഉം എഴുതി അതിൽ ഏത് എക്സാമിനേഷനാണോ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക അതായിരിക്കും റാങ്കിങ്ങിന് കൺസിഡർ ചെയ്യുന്നത്. +2വിൽ 100% മാർക്ക് സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ബിറ്റ്സ് പിലാനിയുടെ ക്യാമ്പസിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് ഡയറക്റ്റും നമുക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ ഒരു സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ ബിറ്റ്സിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോർ കൺസിഡർ ചെയ്യാതെ തന്നെ ഡയറക്റ്റായി ഒരു ഇൻ്റർവ്യൂവിലൂടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും ബിറ്റ്സിൻ്റെ ക്യാമ്പസ് ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു +2 ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥിയോ +2 പഠിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥിയോ MSc കോഴ്സുകളോ അല്ലെങ്കിൽ ബിഫാം കോഴ്സോ
ബിടെക് കോഴ്സുകൾ, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചൊരു ക്യാമ്പസിൽ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റും റിസൾട്ടും ഒക്കെയാണ്, നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷറാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ ഇതേപോലുള്ള എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതണം. ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലെ പുതിയ പുതിയ അപ്ഡേഷൻസ്, പുതിയ ക്യാമ്പസുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ്, പുതിയ എൻട്രൻസ് പരീക്ഷകൾ കോൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ കൃത്യമായി വിദ്യാർത്ഥികൾക്കും പേരൻസിലേക്കും ആൽഫയുടെ ഈ ചാനലിലൂടെ എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിനൊക്കെ നാം പഠിക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഇംഗ്ലീഷും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ 11th-ലെയും 12th-ലെയും പോർഷൻസ് ആണ്. നീറ്റിനെയും അതുപോലെ ജെഇക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, കീമിനും കുസാറ്റിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആ സെയിം പോർഷൻസ് തന്നെയാണ്, NCERT സിലബസ് തന്നെയാണ്. നമുക്കറിയാം CBSE ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും ISC ആണെങ്കിലും എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ NCERT സിലബസ് ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഈ ഒരു സെയിം സിലബസിനെ ഫോളോ ചെയ്തിട്ടാണ് എല്ലാ എക്സാമിനേഷനും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻസ് 2 വർഷം 11th 12th-നോടൊപ്പം നന്നായിട്ട് പഠിക്കേണ്ടതാണ് ഈ എൻട്രൻസ് പരീക്ഷകളിൽ വിജയിക്കാൻ നമുക്ക് ആവശ്യം. ഇനി അങ്ങനെ പൂർണ്ണമായും ചെയ്യാത്ത വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇനി പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിലോ ഏറ്റവും നല്ലൊരു മോഡൽ എക്സാമിനേഷനും ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഏറ്റവും അവസാനം എനിക്ക് ഏറ്റവും നല്ലൊരു മാർക്കും റാങ്കും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഈ ക്രാഷ് കോഴ്സിലൂടെ സാധിക്കും. ഇതുപോലുള്ള മോഡൽ എക്സാമിനേഷൻ സീരീസ് ആവട്ടെ, ക്രാഷ് കോഴ്സ് ആവട്ടെ, ഇതിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, പഠിപ്പിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ട്. കാര്യം ആൽഫയുടെ ഒരു പ്രത്യേകത ധാരാളം ബ്രാഞ്ചുകളൊന്നുമില്ല, അധികം വിദ്യാർത്ഥികളുമില്ല. കുറച്ച് വിദ്യാർത്ഥികളെ അവരെ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് കരിയർ ഓറിയൻറ്റേഷൻ കൊടുത്ത് ഹൗ ടു സ്റ്റഡി, എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ച്, എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ച്, എങ്ങനെ മെമ്മറൈസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ ഏറ്റവും വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ആൽഫ അക്കാഡമി കഴിഞ്ഞ 24 ഇയേഴ്സായി ചെയ്യുന്നത്. ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി നല്ല റെസിഡൻഷ്യൽ ഹോസ്റ്റൽ സൗകര്യത്തോടൊപ്പം ചേർന്ന് പഠിച്ചുകൊണ്ട് നല്ല വിജയത്തിലേക്ക് എത്താൻ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി പഠനമാവട്ടെ, ആപ്ലിക്കേഷൻ സബ്മിഷൻ ആവട്ടെ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആവട്ടെ, ഇതേപോലെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല വിജയത്തിലേക്ക് സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡ്സിലൂടെ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു പുതിയ ന്യൂസും അപ്ഡേഷനുമായി വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.